ഇല്ല, ഞങ്ങൾ ഒരു വർഷം നിങ്ങൾ വീട്ടിൽ താമസിക്കാൻ പറ്റുന്നത് അപൂർവമായ അവസരത്തിൽ നിങ്ങൾ കേസ് പരിചി ഞാൻ ഇനി സാറേ ഈ പൊടി പോലെ സാറിന്റെ പൊടി പോലെ ഇവിടെ വരില്ല. ഞങ്ങൾക്കറിയാം സാറേ, ഞങ്ങൾക്കറിയാം സാറേ. സാർ ചെയ്തോ സാർ ചെയ്തോ ഞങ്ങൾ അവർക്ക് വഴി കൊടുത്തതാണ് സാറേ. ഈ കാണുന്ന ഈ വഴി ഇവർക്ക് ഇവിടെ ഇല്ല. ഞങ്ങളുടെ കയ്യിൽ നിന്ന് അപകരിച്ച വഴിയാണ് സാറേ. ഈ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അപകരിച്ച വഴിയാണ്. ഗേറ്റ് മാറ്റിയിട്ട് അവിടെ ചാക്കിട്ടേക്കുന്നത് സാറേ, ചാക്കിട്ടേക്കുന്ന അവിടെ. സാറൊന്ന് ശ്രദ്ധിക്കണം സാറേ, അവിടെ ചാക്ക് ഗേറ്റ് മാറ്റിയിട്ട് അവിടെ ചാക്കിട്ടേക്കുന്നത്. അതാ ആ ഗേറ്റിൽ, ആ ഗേറ്റിന്റെ കൊന്നയില് ചാക്കിട്ടേക്കാണ്. ചെയ്തോ സാറേ? ഓർഡർ ഇല്ലല്ലോ സാറേ. ഇതെന്തോ പിന്നെ ഓർഡർ അറസ്റ്റ് വാറന്റ് വെക്കേറ്റ് ചെയ്യാനാണ് അത് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇവരെ ഇവിടെ വന്ന് ഇത് ചെയ്യാൻ പറഞ്ഞിട്ടില്ല ഇവരെടുത്ത്. സാറേ വായിച്ചു നോക്കാനോ? വായിച്ചു നോക്കിയിട്ട് കാര്യം പറ. സാറിന്റെ നമ്പർ ഇരുന്നേക്കാൻ ഇപ്പൊ അവരിട്ടല്ലോ അച്ഛാ, ഇപ്പൊ അവര് മാറ്റിയിട്ടല്ലോ. തെണ്ടികൾക്ക് വേണ്ടി നമ്മളെന്തോ ചെയ്യും? സാറിന്റെ ഡ്യൂട്ടി എന്തായാലും ഒരു അഹങ്കാരത്തോടെ തന്നെ ചെയ്ത് കഴിച്ചല്ലോ. ആരാവശ്യപ്പെട്ടാലും എനിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി വരും. അപ്പൊ ഞാൻ എന്റെ ആവശ്യം പറയണം, എനിക്ക് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ ഞാൻ തരുന്നുണ്ടല്ലോ. എനിക്ക് എന്റെ വീടിന്റെ പ്രൊട്ടക്ഷൻ വേണം. ഈ ഒരു 3 കമ്പി അപ്പുറത്തേക്ക് ഇപ്പുറത്താക്കാനായിട്ട് ഈ മൊത്തം ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ കംപ്ലൈന്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപേക്ഷ കൊടുത്തിരിക്കുന്നത് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ കൊടുത്തു. ഞാൻ എല്ലാ മുകളിലുള്ളവർക്ക് പിന്നെ ഇത് ഈ ഉത്തരവ് വരുന്നതിന് മുമ്പേ ഇവർ ചെയ്യുന്ന പരിപാടിയാണ് സാർ. ഇവർ എത്ര വാങ്ങിച്ചോ എന്ത് വാങ്ങിച്ചോ ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. അവർ വാങ്ങിക്കട്ടെ, അത് അവരുടെ ആവശ്യം. പക്ഷെ ഈ കാണിക്കുന്നത് ശരിയാണെന്ന് സാറിന് തോന്നുന്നു. അവർക്കെതിരെ പരാതി അവരൊക്കെ ഉദ്യോഗസ്ഥരല്ലേ മോനെ, അവരൊക്കെ ഉദ്യോഗസ്ഥരല്ലേ, അവരൊക്കെ ഉദ്യോഗസ്ഥരല്ലേ സാറേ, അവരൊക്കെ ഉദ്യോഗസ്ഥരല്ലേ സാറേ? ഞാൻ കൊടുത്താണ് സാറേ, ഞാൻ കൊടുത്ത വഴിയാണ്. എന്നെയാണ് ഇത്രയും ഉപദ്രവിച്ച ഈ നാട്ടുകാര്. ഉണ്ട് സാറേ, ഉണ്ട്. വഴിയില്ല, അവർക്ക് വഴിയില്ല സാറേ. വഴി തന്നെ സാറേ. സാറേ ഈ നാട്ടുകാരെടുത്ത് ചോദിച്ചു നോക്ക് സാറേ, അവർക്ക് വഴിയില്ല, അവർക്ക് വഴി അവിടെയാണ്. എന്റെ മോന്റെ പ്രായത്തിനേക്കാളും ചിലപ്പോൾ ഒത്തിരി കൂടെ ഉള്ളൂ. ഞാൻ നിങ്ങളെക്കാളും പ്രായമുള്ളത്. ഞാൻ എന്നാലും സാറേ എന്ന് വിളിക്കണം, നിങ്ങളെ ബഹുമാനിച്ചാണ് ഞാൻ വിളിക്കുന്നത്. ഇതുവരെയ്ക്കും ഞാൻ ഇവരുടെ അടുത്ത് പോലും ഞാൻ വൃത്തികേടായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. ഇവരെ ഇവിടെ കാണിച്ച ഈ വൃത്തികേടിന് ഞാൻ അവിടെ KCB-ൽ പരാതി കൊടുത്തിട്ടുണ്ട്. വൈദ്യുതി ഭവനിൽ പരാതി കൊടുത്തു. അന്വേഷിക്കാൻ അന്വേഷണത്തിന് അട്ടിമറിക്കാനാണ് ഇപ്പൊ ഈ ചെയ്യുന്നത്. ചെയ്യട്ടെ, ഇപ്പൊ സാറ് കൂട്ടം നിന്നല്ലോ. പരാതി കൊടുത്തിരിക്കുന്നത് അതിന്റെ അന്വേഷിച്ച് വരുമ്പോഴത്തേക്ക് അവർ പറയും ഇവിടെ ഒന്നും നടന്നിട്ടില്ല. വീഡിയോ റെക്കോർഡ് ചെയ്ത് തന്നെ വെച്ചാൽ റെക്കോർഡ് ചെയ്യേണ്ടത് സാറേ. വീഡിയോ ഇല്ല, ഇനി ഒന്നും നടക്കൂല സാറേ. അവന്റെ മുമ്പിൽ ഇനി ഒന്നും നടക്കൂല. കാരണം ഒരാളെ വണ്ടി ഇടിച്ച് കൊന്നിട്ട് അവൻ കേസ് ഊരി നിൽക്കുന്നവനാണ്. പോലീസല്ല അവന്റെ വശമാണ്. പത്രോസ് എന്ന് പറഞ്ഞ ഒരാളെ അവർക്ക് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെടില്ല സാറേ. ഞങ്ങൾ പണം അടച്ച് ഞങ്ങൾക്ക് ഫീസ് വാങ്ങിച്ചവർ ചെയ്തതാണ് സാറേ. അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ പേപ്പറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങളെ. അപ്പൊ ഞങ്ങൾ ഇപ്പൊ ആവശ്യപ്പെടുന്നത് സാറേ, ഞങ്ങൾക്ക് ഇത് ഡേഞ്ചറാണ്, ഞങ്ങൾക്ക് പോസ്റ്റ് മാറ്റി തരണം. ശരി, ഓക്കെ, ചെയ്തോ സാറേ, ചെയ്തോ നിങ്ങൾ ചെയ്തോ. ഞങ്ങൾ ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് സാറ് പറഞ്ഞ റെക്കോർഡ് ചെയ്യും. ഞങ്ങൾ എന്തിനു ചെയ്യാൻ പറ്റും? ഇതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല. ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല. നമുക്ക് അങ്ങനെ ആൾക്കാർ അങ്ങനെ എവിടെയൊക്കെ കളിക്കാം. ഉദ്ദേശം എന്താ പറയുക? ഇതിപ്പോ നമുക്ക്
അതിനുവേണ്ടിയാണ് സഹായിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നടി റെക്കോർഡ് ഇങ്ങനെ പഠിച്ചോ അവിടെ കേസൊക്കെ ഞങ്ങൾ കൊടുത്തിരിക്കും സാറേ. ഈ മതിൽ ഇതാ ഇപ്പൊ ഇടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തു. ഈ മതിൽ നോക്കണം സാറേ. ഈ മതിൽ തന്നെ ഈ മതിൽ ഇപ്പൊ 2015 മാർച്ചിൽ ഇടിക്കുമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ട് കേസ് കൊടുത്ത് കോടതിയിൽ കമ്മീഷൻ വന്ന് കള്ള കേസാണെന്ന് തെളിഞ്ഞപ്പോ ഉടനെ കൊണ്ട് ഹൈക്കോടതി കൊടുത്തു. ഞങ്ങളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് അവളെ പറഞ്ഞ് ആളായിട്ട് പറഞ്ഞ് നടക്കുക. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല. എന്റെ സ്ഥലമാണ് ആ വഴി ആരിട്ട് രണ്ടുപേരും കിട്ടിയ കാശും കയ്യിൽ വെച്ചിട്ടാണ് ഇവർ രണ്ടുപേരും കളിക്കുന്നത്. ഇവരടുത്ത് ഇവിടെ കൗൺസിലർ വരെ പറഞ്ഞാണ് നിങ്ങളിത് തൊട്ടുപോകരുതെന്ന് പറഞ്ഞാണ് ഇവരടുത്ത്. ഇവർ മനഃപൂർവ്വം ഇന്ന് ശനിയാഴ്ച നാളെ ഇന്ന് കോടതി വേറെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവർ ഇവിടെ വന്നത്. പക്ഷേ നിങ്ങൾ ഇതിനെ കൂട്ടുന്നത് എനിക്ക് ശരിയായില്ലെന്നേ പറയാനുള്ളൂ. ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടതല്ലേ? ഞാനാണ് ഇവിടെ അത്രയും കാണിച്ചത്. അവർക്ക് സ്ഥലം വഴി ഇടിച്ചു കൊടുത്തതല്ല ഞാനാണ്. അപ്പൊ എന്നെ തന്നെ പിന്നെ എന്തിനാണ് സാറേ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് അല്ലേ ആവശ്യപ്പെട്ടു? ഈ ഡിപ്പാർട്ട്മെന്റ് അല്ലേ ആവശ്യപ്പെട്ടു? അവര് കറണ്ട് അടിച്ച് ഇത് നോക്കിയാണെങ്കിൽ നിങ്ങളെ എല്ലാ ടൈമിലും ഞങ്ങൾ കേൾക്കും. അല്ല സാറേ ഞങ്ങൾ ഇത് കൊണ്ട് കൊടുത്തിട്ട് അവന്റെ പോസ്റ്റ് അപ്പുറത്താണ് കിടക്കുന്നത്. അപ്പൊ നേരെ അപ്പുറത്തല്ലേ ഇട്ട് കൊടുക്കുന്നത്. അവന്റെ പോസ്റ്റ് കിടക്കുന്ന അപ്പുറത്ത് ഈ പോസ്റ്റിന് അവൻ ഇങ്ങനെ കൊടുത്താലേ അവൻ കറണ്ട് എന്റെ വീടിന്റെ അടുത്തൂടെ വരില്ലാതെ എടുക്കും. അങ്ങോട്ടിട്ടല്ല സാറേ. അവന്റെ നേരെ അലൈൻമെന്റ് ശരിയാണെങ്കിൽ പോസ്റ്റ് അവന്റെ പോസ്റ്റ് നേരെ അവിടെ ഇടണം. അവിടെ ഇടണം. അലൈൻമെന്റ് ശരിയാവണമെങ്കിൽ ഈ പോസ്റ്റ് വരട്ടെ സാറേ. ഇനി ഞങ്ങൾ ഇനി ഞങ്ങൾ ഒരു അപേക്ഷ കൊടുക്കില്ല സാറേ. ഇനി ഒരു അപേക്ഷ കൊടുക്കില്ല. ഞങ്ങൾ കറണ്ട് കമ്പനിയിൽ കറണ്ട് അടിച്ച് ചത്താലും ശരിയില്ല. ഞങ്ങൾ ഇനി ഒരു അപേക്ഷ കൊടുക്കില്ല. നിങ്ങളെപ്പോലെ ന്യായാധിപന്മാരെ അവർക്ക് വേണ്ടിയിട്ടില്ല. ഒരാൾ മരിച്ചിട്ട് പോലും അവളെ സപ്പോർട്ട് ചെയ്യുന്ന പോലീസുകാരുണ്ട്. ഞങ്ങൾ ഇനി ഒരു അപേക്ഷ കൊടുക്കില്ല. ഞങ്ങൾ ഇനി ഒരു അപേക്ഷ കൊടുക്കില്ല. കൊണ്ടുപോട്ടെ. നമുക്ക് ഒരാഴ്ചക്കകത്ത് ഞങ്ങൾ കമ്പടിച്ച് ചത്ത് ഞങ്ങൾ കാണിച്ചു തരുക. ഞങ്ങൾ മതിലിടിച്ച് മാറ്റി അതുവരെ പോലീസ് അതുവരെ ഇതുവരെ ചാർജ് ചെയ്തിട്ടില്ല. ആ കേസ് വരെ ഒരാഴ്ചക്കകത്ത് ഇവിടെ മരണം അറിയും സാറേ. ഒരാഴ്ചക്കകത്ത് മരണം ഇവിടെ അറിയുന്ന ഇപ്പൊ സാറ് ഞങ്ങൾക്ക് KCB-ക്കാർ ഇല്ല ഇനി ഒരു പരാതി ഇനി ഒന്നും നടക്കില്ല. ഈ പരാതി കൊണ്ട് ഒരു കാര്യം ഇല്ലെന്നുള്ളതാണ് സാറേ. ഈ പരാതി കൊണ്ട് അവളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഇനി അവൻ അത്രയ്ക്ക് ആൾ പിടിവാണല്ലേ ആ പോലീസ് സ്റ്റേഷനിൽ ചെയ്യട്ടെ. എല്ലാം ചെയ്യട്ടെ. കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ അവനെ കൂട്ട്. എത്ര ആളെ ഇരിക്കുന്നാലും അവന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൂട്ട്. ആളുകളെ ഞങ്ങളുടെ വസ്തു അത്ര എടുത്താലും ഞങ്ങൾക്ക് കൂട്ടില്ല. ഞങ്ങൾക്ക് ആരും കൂട്ടില്ല. കൊള്ളെന്ന് പറഞ്ഞാൽ കുറെ ഓരോ 4 വണ്ടി പോലീസിനെ കൊണ്ട് വന്നേക്കുന്നത്. ഉടനെ അതിന് അഴിക്കാനും കുറെ ആൾക്കാർ അല്ലാതെ പിന്നെ ഇത് ചെയ്യുവോ? വഴി പോലും ഇല്ലാത്ത വഴിയും കൊടുത്ത് അതാണ് അതല്ല സാറ് കണ്ടല്ലോ. അല്ല ഞാൻ കണ്ടല്ലോ. ഞാൻ കിട്ടുന്നൊന്നുമല്ല. സാറിന്റെ ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക.
പുതിയതായിട്ട് ഇവർ വല്ലതും തന്നെങ്കിലേ ഇവർ ചെയ്യണമെങ്കിലേ നമ്മൾ തടസ്സപ്പെടുത്തിണ്ടായിരുന്നു. ഉണ്ടായിരുന്നു അഴിച്ചു മാറ്റി. ഞാനല്ല സാറേ കൊടുത്തത് അപ്പുറത്ത് അവൻ കൊണ്ട് കേസ് കൊടുത്തു. ആഴ്ചോറും കോടതി കയറണം. ദിവസേന ഞങ്ങൾക്ക് 100 എന്നിട്ട് ഇതെല്ലാം ഞങ്ങളുടെ കേസൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാവരും നിങ്ങളുടെ മാറ്റിയില്ല. അവർ മാറ്റിയില്ല. ഞാൻ മാറ്റിയെന്ന് നിങ്ങൾ ഇന്ന് പറയുന്നത്. ഞാനാ മാറ്റിയത്. സാറതിന് അവരുടെ കൂട്ടിലല്ലേ വന്നത്? ഇവിടെ ഒരു പ്രശ്നം ഞങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ പല കേസുകളുണ്ടെന്ന്. വേണ്ടി മാത്രം പല കേസുകളുണ്ടെന്ന്